ഇന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗാണേ. അപ്പോൾ രാവിലെ തന്നെ വഴിയിൽ പൈപ്പിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പോകണമെങ്കിൽ ഉള്ളിലോട്ട് പോകണം കേട്ടോ, ബൈക്ക് വരേണ്ട വഴിയേ ഉള്ളൂ. അപ്പോൾ ലൈൻ പൈപ്പിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ വഴി മൊത്തവും കുഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ റോട്ടിലെത്തിപ്പറ്റി കേട്ടോ. അപ്പോഴത്തേന് അജ്ജു ഈ കിടന്ന് വിളിക്കുന്നത് ഇക്കായാണ് കേട്ടോ. ഇക്ക വണ്ടിയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇക്ക വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വണ്ടി കയറി കേട്ടോ. അപ്പം നമ്മളവിടെ നല്ല മഴക്കോള് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ഇക്ക വന്ന് പിന്നെ വണ്ടിയൊക്കെ എടുത്ത് അപ്പോൾ പകുതിയൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഓരോരുത്തർ ഷോപ്പിങ്ങൊക്കെ ചെയ്യാൻ പോകുന്നതിൻ്റെ ആയിരിക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ, ഹോസ്പിറ്റലിൽ അങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴെല്ലാം ബ്ലോക്കായിരുന്നു. അങ്ങനെ അജ്ജു ആ ബ്ലോക്കൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അജ്ജുവിനെ കൊണ്ട് കുഴപ്പമില്ല, പിന്നെ പിന്നെ വണ്ടി കയറി അന്നേരം കരച്ചിലാണ്. പിന്നെ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് ഒരു വിധത്തിൽ ഹോസ്പിറ്റലിൽ എത്തിപ്പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ വലിയ പാടുണ്ടായിരുന്നില്ല കേട്ടോ. കാണിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോഴും അതുപോലെ നല്ല മഴക്കോള് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീടെത്താനാകുമ്പോഴത്തേനാണ് മഴ പെയ്തത്. തിരിച്ചു പോകുമ്പോഴും നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് കേട്ടോ ഒന്ന് വീട്ടിലെത്തിപ്പറ്റാൻ പെട്ട പാട്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടെ, ഇന്ന് ഒരുപാട് തിരക്കായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴത്തേനും ഒടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെയും കാറിൽ പോസ്റ്റ് ചെയ്തിരിക്കേണ്ടായിരുന്നു. ഇന്ന് മൊത്തവും കാത്തിരിപ്പായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴും പൈപ്പിൻ്റെ പണി നടക്കുവാണ്. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ജ്യൂസിനെ കുളിപ്പിച്ച് റെഡിയാക്കി ജുമായിക്ക് വിടണമായിരുന്നു. അങ്ങനെ പിന്നെ ഇക്കാരുടെ നിസ്കരിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇച്ചൂസിനെ പള്ളിയിൽ പറഞ്ഞു വിട്ടിട്ട് പിന്നെ അജ്ജുവിനുള്ള ഫുഡ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് കഴിക്കാനുള്ളത് തന്നെ നമ്മുടെ നെച്ചോറും കോഴിക്കറിയും പരിപ്പ് കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിച്ചേക്കണം.